ഹലോ സുഹൃത്തുക്കളെ, കേരള കാലാവസ്ഥ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2024 വേനൽക്കാലം കേരളത്തിലെയും ഇന്ത്യയിലെയും കാലാവസ്ഥയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ കേരളമോ ഇന്ത്യയുടെ മറ്റേതെങ്കിലും ഭാഗമോ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാലാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. മാർച്ച് മുതൽ മെയ് വരെയുള്ള വേനൽക്കാലത്തെക്കുറിച്ചുള്ള വാർത്താ ബുള്ളറ്റിൻ പുറത്തിറക്കിയ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ പ്രവചനത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളോട് പറയും. ബുള്ളറ്റിൻ അനുസരിച്ച് കേരളവും ദക്ഷിണേന്ത്യയുടെ മറ്റ് ഭാഗങ്ങളും പകലും രാത്രിയും പ്രത്യേകിച്ച് മാർച്ചിൽ സാധാരണയേക്കാൾ ഉയർന്ന താപനില നേരിടേണ്ടിവരും. ഇതിനർത്ഥം നിങ്ങൾക്ക് പതിവിലും കൂടുതൽ ചൂടും ഈർപ്പവും അനുഭവപ്പെടും. നിർജ്ജലീകരണം, സൂര്യതാപം എന്നിവ ഒഴിവാക്കാൻ നിങ്ങൾ കൂടുതൽ മുൻകരുതലുകൾ എടുക്കേണ്ടതായി വന്നേക്കാം. രാജ്യത്തുടനീളം താപതരംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്നും ചില പ്രദേശങ്ങളെ മറ്റുള്ളവയേക്കാൾ കൂടുതൽ ബാധിക്കുമെന്നും ബുള്ളറ്റിൻ മുന്നറിയിപ്പ് നൽകുന്നു. ഉദാഹരണത്തിന് വടക്കൻ തമിഴ്നാട്, കർണാടകയുടെ ചില ഭാഗങ്ങൾ, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവ മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ഉഷ്ണതരംഗങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം കേരളം കടുത്ത ചൂടിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും കേരളം വരണ്ടതുമായിരിക്കുമെന്ന് ഇതിനർത്ഥമില്ല. നേരെ മറിച്ച് കേരളത്തിൽ സാധാരണ അളവിൽ വേനൽ മഴ ലഭിക്കുമെന്ന് ബുള്ളറ്റിൻ പ്രവചിക്കുന്നു. ഇത് മൺസൂണിന് മുമ്പുള്ള മഴ എന്നും അറിയപ്പെടുന്നു. മണ്ണിന്റെ ഈർപ്പവും ഭൂഗർഭ ജലനിരപ്പും നിറയ്ക്കുന്നതിനാൽ ഈ മഴ സംസ്ഥാനത്തിന്റെ കൃഷിക്കും പരിസ്ഥിതിക്കും പ്രധാനമാണ്. കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് തൃശൂരിനും എറണാകുളത്തിനും ഇടയിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചേക്കുമെന്നും ബുള്ളറ്റിനിൽ പറയുന്നു. ഇത് ചൂടിൽ നിന്ന് അല്പം ആശ്വാസം പകരും. മാത്രമല്ല, കുറച്ച് വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകും. പ്രാദേശികവും ആഗോളവുമായ കാലാവസ്ഥാ ഘടകങ്ങളെ ആശ്രയിച്ച് രാജ്യത്തുടനീളം വേനൽ മഴയുടെ രീതി വ്യത്യാസപ്പെടും. ലഡാക്ക്, മധ്യപ്രദേശിന്റെ ചില ഭാഗങ്ങൾ, തീരദേശ് കർണാടക, മഹാരാഷ്ട്ര എന്നിവ ഒഴികെ രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും വേനൽ മഴ സാധാരണയിലും താഴെയായിരിക്കുമെന്ന് ബുള്ളറ്റിൻ പറയുന്നു. തമിഴ്നാടിന്റെ തെക്കൻ തീരങ്ങളിലും ഉൾപ്രദേശങ്ങളിലും വേനൽ മഴ കുറയുമെങ്കിലും പടിഞ്ഞാറൻ, വടക്കൻ ജില്ലകളിലാണ് സാധാരണ മഴ ലഭിക്കുക. ഇന്ത്യയിലെ വേനൽ മഴയെയും മൺസൂണിനെയും സ്വാധീനിക്കുന്ന ആഗോള കാലാവസ്ഥാ ഘടകങ്ങളിലൊന്നാണ് എൽനിനോ പ്രതിഭാസം. ഇത് ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള പസഫിക് സമുദ്രത്തിന്റെ ചൂടാണ്. സമുദ്രത്തിൽ നിന്ന് ഈർപ്പം കൊണ്ടുവരുന്ന കാറ്റിനെ ദുർബലപ്പെടുത്തുന്നതിനാൽ എൽനിനോ ഇന്ത്യയിലെ മഴയുടെ അളവ് കുറയ്ക്കുന്നു. പസഫിക് സമുദ്രത്തിൽ എൽനിനോ പ്രതിഭാസം തുടരുന്നുണ്ടെങ്കിലും മൺസൂൺ ആരംഭിക്കുന്ന ജൂണിൽ ഇത് നിഷ്പക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന് ബുള്ളറ്റിനിൽ പറയുന്നു. ഇതിനർത്ഥം എൽനിനോ പ്രഭാവം വളരെ ശക്തമായിരിക്കില്ല, അത് മൺസൂണിനെ കാര്യമായി ബാധിച്ചേക്കില്ല എന്നാണ്. ഇന്ത്യയിലെ മഴയെ ബാധിക്കുന്ന മറ്റൊരു ആഗോള കാലാവസ്ഥാ ഘടകം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ദ്വിധ്രുവമാണ്. ഇത് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഉപരിതല താപനിലയിലെ വ്യത്യാസമാണ്. ഒരു പോസിറ്റീവ് ദ്വിധ്രുവം അർത്ഥമാക്കുന്നത് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗം കിഴക്കൻ ഭാഗത്തേക്കാൾ ചൂടാണ്. ഇത് ഇന്ത്യയിലെ മഴയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. നെഗറ്റീവ് ദ്വിധ്രുവം അർത്ഥമാക്കുന്നത് വിപരീതമാണ്. ഇത് ഇന്ത്യയിലെ മഴയുടെ അളവ് കുറയ്ക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വിധ്രുവം നിലവിൽ നിഷ്പക്ഷമാണ്, അതായത് ഇന്ത്യയിലെ മഴയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നില്ലെന്നാണ് ബുള്ളറ്റിൻ പറയുന്നത്. അതിനാൽ ചുരുക്കത്തിൽ മാർച്ച് മുതൽ മെയ് വരെയുള്ള വേനൽക്കാലം കേരളത്തിലും ദക്ഷിണേന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലും സാധാരണയേക്കാൾ ചൂടായിരിക്കും. പക്ഷേ കേരളത്തിൽ ചൂട് തരംഗം ഉണ്ടാകില്ല. കേരളത്തിലും സാധാരണ അളവിൽ വേനൽ മഴ ലഭിക്കും. ചില പ്രദേശങ്ങളിൽ ഇത് സാധാരണയിലും കൂടുതലായിരിക്കും. സാധാരണയിലും താഴെയുള്ള ചില പ്രദേശങ്ങൾ ഒഴികെ രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും വേനൽ മഴ സാധാരണയേക്കാൾ കൂടുതലായിരിക്കും. എൽനിനോ പ്രതിഭാസവും ഇന്ത്യൻ മഹാസമുദ്ര ദ്വിധ്രുവവും നിലവിൽ നിഷ്പക്ഷമാണ്. അവ മൺസൂണിനെ കാര്യമായി ബാധിച്ചേക്കില്ല. 2024 വേനൽക്കാലത്ത് കേരളത്തിലെയും ഇന്ത്യയിലെയും കാലാവസ്ഥയെക്കുറിച്ചുള്ള ചില ഉപയോഗപ്രദമായ വിവരങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഇത് ഒരു തംസ് അപ്പ് നൽകുകയും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിന് നന്ദി. കൂടുതൽ കാര്യങ്ങൾക്കായി തുടരുക.